ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു വൈൽ എന്ന സ്റ്റേറ്റ്മെൻ്റാണ്. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 എണ്ണമാണുള്ളത്. അതിൽ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഡു വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ബേസിക്കലി ഇത് രണ്ടും സെയിം ആണ്. അതിൻ്റെ എക്സിക്യൂഷനിലാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണിച്ചിട്ടുണ്ട്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വൈൽ എന്ന് എഴുതി ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കും. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിലായിരിക്കും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് ഈ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്ന് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരു തവണ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ആദ്യമേ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യാതെ അത് മുഴുവൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാധാരണ വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ അങ്ങനെയാണ്. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബോഡി, അതായത് ലൂപ്പ് ബോഡി എന്ന് പറയുന്ന വൈൽ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ ഡു വൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യത്തില്ല. പ്രോഗ്രാം റൺ ചെയ്യുമ്പം തുടക്കത്തിൽ ആദ്യമേ തന്നെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പിന്നെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെയുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം ഡു എന്ന് എഴുതിയിട്ട് വൈൽ എഴുതത്തില്ല, ആദ്യം ഡു ആയിരിക്കും എഴുതുന്നത്. ഡു എന്ന് എഴുതിയിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. ലൂപ്പ് ബോഡി എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ കാണും, അതെല്ലാം ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ വൈൽ എന്ന കീവേഡ് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത്. ഇത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടായിരിക്കും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും ആ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ കൂടെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണ് എങ്കിൽ പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ കേസിലാണെങ്കിൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. പ്രോഗ്രാം റൺ ചെയ്യുമ്പം ആദ്യമേ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യമേ തന്നെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ആദ്യമേ തന്നെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യാതെ തന്നെ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് മേ ബി 0 ആയിരിക്കും. ഒരു തവണ പോലും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വരാം. ആദ്യമേ റൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അത് ഒരു തവണ പോലും ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വരാം. പക്ഷേ ഇവിടെയാണെങ്കിൽ നിർബന്ധമായും ഒരു തവണ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. കാരണം ഇവിടെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ ഒരു തവണ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുന്നത്. 2 ടൈപ്പ് ലൂപ്പുണ്ട്, എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. ഈ ഡു വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് വരുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആകുന്നത് വരെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ് എങ്കിൽ പിന്നെയും അത് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പോഴും ട്രൂ ആണെങ്കിൽ പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിങ്ങനെ സൈക്ലിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആകുമ്പോൾ മാത്രമേ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ആദ്യമേ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ആദ്യത്തെ തവണയായിട്ട് ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആദ്യമേ തന്നെ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ പാസ് ആവണം, അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവണം. അപ്പോൾ അതുകൊണ്ട് അതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ഈ ഒരു ടൈപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പും എന്താണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. അപ്പോൾ ഇതാണ് ഡു വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സിൻടാക്സ് ഓർത്തിരിക്കുക, ആദ്യം ഡു എന്ന് മാത്രമേ എഴുതുള്ളൂ. എന്നിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ലൂപ്പ് ബോഡിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് വൈൽ എന്ന് എഴുതിയിട്ട് ആ ടെസ്റ്റ് കണ്ടീഷൻ എഴുതുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സെമി കോളൻ ഉണ്ട്. ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അവസാനം സെമി കോളൻ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അവസാനം സെമി കോളൻ ഒന്നും വരുന്നില്ല. ഇവിടെയോ ഒന്നും സെമി കോളൻ ഇല്ല. ഈ ലൂപ്പ് ബോഡിക്ക് അതുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ സെമി കോളൻ വരുന്നില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കണ്ടീഷനും എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു സെമി കോളനും കൂടെ വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കുക. ഇനി
ഈ വൈലും ഡു വൈലും സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതിയതിന് ഡു വൈൽ ഉപയോഗിച്ച് എഴുതാനൊക്കെ സാധിക്കും. എക്സാമിന് ചിലപ്പോൾ പ്രത്യേകം എടുത്തു പറയും ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുക എന്ന് എടുത്തു പറയും. അങ്ങനെയാണെങ്കിൽ ഡു വൈൽ എന്ന രീതിയിൽ എഴുതുക. അതല്ല എങ്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം തോന്നും ഈ ഡു വൈൽ കൊണ്ട് ഈ പ്രോഗ്രാം എഴുതാനൊക്കെ ഉള്ളൂ. അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഈ ലൂപ്പ് ബോർഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്ന ഒരു എന്നൊരു രീതി അവിടെ വരും. അങ്ങനത്തെ പ്രോഗ്രാംസിന് മാത്രമേ സാധാരണ ഡു വൈൽ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ നോർമൽ കേസിലെല്ലാം നമ്മൾ വൈൽ ലൂപ്പ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സ്പെഷ്യൽ കേസിൽ ആദ്യമേ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ കേസിൽ മാത്രമേ നമ്മൾ ഡു വൈൽ ഉപയോഗിക്കാറുള്ളൂ. അത് സാധാരണ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ ഡു വൈലാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യമേ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ ഈ ലൂപ്പ് ബോഡികൾ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണം, എന്നിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യാവൂ എന്ന് നമുക്ക് തന്നെ ലോജിക്ക് പ്രകാരം മനസ്സിലാവും. അങ്ങനത്തെ കേസിലായിരിക്കും നമ്മൾ ഡു വൈൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എക്സാമിന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കും ഡു വൈൽ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുകയാണ്. അല്ലാതെ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും സാധാരണ പ്രോഗ്രാം എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഡു വൈൽ ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻറ്റ് ചെയ്യാനുള്ള ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇത്. ആക്ച്വലി വൈൽ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡു വൈലിൻ്റെ എക്സിക്യൂഷൻ കാണിക്കാനായിട്ട് ഈ ഡു വൈൽ ഉപയോഗിച്ച് ഞാൻ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. ഇത് വൈൽ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിളാണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. നമ്മൾ ആദ്യം എൻ്റർ എ നമ്പർ ടു ഷോ ഈസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 10 വരെയുള്ള ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈ ഒരു ഫോമാറ്റിൽ ഈ ഒരു ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ അതിവിടെ വരണം. ഓഫ് 5 ഈസ് ഷോൺ ബിലോ എന്നും പറഞ്ഞ് ഇവിടെ ഈ ഒരു ഫോമാറ്റിൽ ഇത് 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഡു വൈൽ ഉപയോഗിച്ച് എഴുതുന്നത്. ഇത് വൈൽ ഉപയോഗിച്ചും എഴുതാം, കുഴപ്പമില്ല. നമ്മളിവിടെ ഡു വൈൽ ഉപയോഗിച്ച് എഴുതുന്നു. ആ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഐ ആയിട്ടാണ് എടുക്കുന്നത്. അതൊരു കൗണ്ടർ എന്ന് പറയുന്ന കൗണ്ട് ചെയ്യാനുള്ള അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഈ 10 തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനെ 10 തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 10 തവണയായിട്ട് ഡിസ്പ്ലേ 10 ലൈനായിട്ട് ഡിസ്പ്ലേ വരുന്നത്. ഇതെല്ലാം ഒറ്റ കമാൻഡാണ്, ഒറ്റ കമാൻഡ് ലൈനാണ്. അതിനെ 10 തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ 10 ലൈനായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ ഇതെന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഐയുടെ വാല്യൂ ഓരോ തവണ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോറും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും ഐയുടെ വാല്യൂ ഒരു യൂണിറ്റ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞത്. ഐയുടെ വാല്യൂ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ 1 ആയിരിക്കും, അതായത് ഇനിഷ്യൽ വാല്യൂ 1 ആയിരിക്കും. അതിന് ഇൻക്രിമെൻറ്റ് ചെയ്ത് രണ്ടാമത്തെ തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആക്കും, പിന്നെ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആക്കും, പിന്നെ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആക്കും. അത് അപ് ടു 10 വരെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്താലും ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. എപ്പോഴാണോ 10 ക്രോസ് ചെയ്യുന്നത്, അതായത് മോർ ദാൻ 10 എപ്പോഴാണോ ഐയുടെ വാല്യൂ വരുന്നത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യണം. ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഇതാ ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ n എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതെന്തിനാണ്? നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനാണ് n എന്ന് പറയുന്ന വേരിയബിൾ. പിന്നെ i എന്ന് പറഞ്ഞാൽ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള i എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റർ എ നമ്പർ ടു ഷോ ഈസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് ചോദിക്കുന്നു. നമ്മൾ കീബോർഡ് വഴി ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ ലൈനും കൂടെ ഡിസ്പ്ലേ ചെയ്യണം. അതിനാണ് സി ഔട്ട് എന്ന് പറഞ്ഞ് ഈ ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡു വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ആദ്യം നമ്മൾ ഡു എന്ന് എഴുതി കേൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ ലൈൻ അത് മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ ലൈൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ നീളത്തിലൂടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ 5 എന്ന് പറയുന്നത്, ഈ 5 എന്തോന്നാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സി ഔട്ട് എന്ന് എഴുതി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് n എന്ന് എഴുതി. അത് എന്നിലോട്ടാണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്തത്. ആ n എന്ന് എഴുതി. എന്നിട്ട് ഇനി വരാനുള്ളത് ഒരു സ്പേസ് കഴിഞ്ഞ് ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ പിന്നെ ഒരു സ്പേസ് വരണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ഒരു സ്പേസ്, സ്റ്റാറിൻ്റെ സിമ്പിൾ പിന്നെ ഒരു സ്പേസ്. അപ്പോൾ ഈ 3 ക്യാരക്ടറും, സ്പേസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണല്ലോ, അപ്പോൾ ഈ 3 ക്യാരക്ടറും ഡബിൾ കോഴ്സിൻ്റെ അകത്ത് വേണം വരാൻ. എന്നിട്ട് അടുത്തത് ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ വേണം വരാൻ. അത് ഇവിടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് ഐ എന്നും കൂടെ മാർക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും സ്പേസ് ഈക്വൽ ടു സ്പേസ് ഇവിടെ വരണം.
അതിനുവേണ്ടി ഇവിടെ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് സ്പേസ് ഈക്വൽ ടു സ്പേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇവിടെ 5 എന്നോ 10 എന്നോ 15 എന്നോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്നത് ഈ രണ്ട് വേരിയബിൾസിൻ്റെ പ്രോഡക്റ്റാണ്. 5 × 1 എന്നുള്ള അതിൻ്റെ പ്രോഡക്റ്റാണ് ഇവിടെ 5 എന്ന് വരേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഇക്വേഷൻ അങ്ങ് എഴുതാം. n*i എന്നുള്ളത്, അതായത് n × i. അത് ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് രണ്ട് വേരിയബിളിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം. അപ്പോൾ ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ പോർഷനിൽ അങ്ങ് ഡിസ്പ്ലേ ചെയ്തോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് എൻഡ് എൽ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഈ എൻഡ് എൽ എന്തിനാണ് എഴുതിയിട്ടുള്ളത്? ഈ എൻഡ് എൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ 10 ലൈനും കൂടെ സത്യം പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരൊറ്റ ലൈനിലായിട്ടായിരിക്കും. അങ്ങനെ അല്ലാതെ 10 ലൈനിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഈ എൻഡ് എൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യും തോറും ഓരോ പുതിയ ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അത് നിർത്തുന്നത്. എൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാനിപ്പുലേറ്ററാണ്. അപ്പം പുതിയ ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്തായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് കഴ്സർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡു വൈൽ എന്ന് പറയുന്ന ലൂപ്പിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം എക്സിക്യൂട്ട് ചെയ്യപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 2 ആവും. എന്നിട്ടാണ് അത് വൈൽ ലൂപ്പിൽ വന്ന് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ <= 10 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം ഐയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ രണ്ടാമത്തെ ലൈൻ ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ഐയുടെ വാല്യൂ 2 ആയിരുന്നു. ഇവിടെ വെച്ച് നേരത്തെ പ്രീവിയസ് സൈക്കിളിൽ വെച്ച് ഐയുടെ വാല്യൂ 2 ആക്കി. ആ 2 ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം ഐയുടെ വാല്യൂ ഒന്നും കൂടെ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോഴേക്കും ഐയുടെ വാല്യൂ 3 ആയി. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ഈ ലൈനായിട്ട് വരുന്നത്. അങ്ങനെ അവസാനം ഈ 10 ലൈൻ വരെ എക്സിക്യൂട്ട് ചെയ്യും. സപ്പോസ് ഇപ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കുക. 9 ഇൻക്രിമെൻറ്റ് ചെയ്ത് 10 ആക്കി എന്ന് എഴുതുക. ഇപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 9 ആയിരുന്നു, അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 10 ആക്കി. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം ഇപ്പോഴും അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് തന്നെ വരും. ഇവിടെ <= 10 ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഐയുടെ വാല്യൂ 10 ആവുമ്പോഴും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് 5 × 10 = 50 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 10 ആണല്ലോ. എന്നിട്ട് ഐയുടെ വാല്യൂ അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 11 ആക്കും. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം ഐയുടെ വാല്യൂ <= 10 ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഐയുടെ വാല്യൂ 11 ആയി. അപ്പോഴത്തേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. പിന്നെ അതിൻ്റെ അകത്തുള്ള ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ആവും. പിന്നെ ബാക്കിയുള്ള ലൂപ്പ് ബോഡിക്ക് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതെന്ന് റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഡു വൈൽ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ സെയിം സംഭവം തന്നെയാണ് ഡു വൈലിനും. എക്സിക്യൂഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കണ്ടീഷനൊക്കെ സെയിം തന്നെയായിരിക്കും ഏകദേശം ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉപയോഗിക്കുന്ന രീതി, എക്സിക്യൂഷൻ്റെ രീതി മാത്രം ഒന്ന് മാറുമെന്നേ ഉള്ളൂ. അത് ചില സിറ്റുവേഷനിൽ മാത്രമേ ഇങ്ങനെ ഡു വൈൽ എന്ന സംഭവം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ഡു വൈൽ എന്ന് പറയുന്ന ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. താങ്ക് യു.